നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ആത്മാവ് നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? പ്രാർത്ഥിക്കാനല്ല, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ആരാ പ്രാർത്ഥിക്കാതെ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ മനുഷ്യരാണ് നമ്മൾ, അതിനകത്ത് സംശയമൊന്നുമില്ല. ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. എന്തിനാണ് ആത്മാവ് നമ്മളെ സഹായിക്കുന്നത്? കൂടുതൽ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാനല്ല. എന്തിനാണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മാധ്യസ്ഥം വഹിക്കുന്നു. മാധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മാവ് ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ആത്മാവ് ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തെ പോലെ ആകുക എന്നുള്ളതാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത്. ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തെ പോലെ ആകുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പള്ളിയിൽ പോയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ കുർബാനയ്ക്ക് 100 രൂപയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അധരങ്ങൾ കൊണ്ടുള്ളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അധരങ്ങൾ കൊണ്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ വചനം പറയുകയാണ്, ആത്മാവും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. പറഞ്ഞേ, ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉള്ളിലിരിക്കുന്ന ആരും പ്രാർത്ഥിക്കുന്നുണ്ട്? ആത്മാവ്. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ആരുണ്ട്? പറയൂ, എല്ലാവരുടെയും ഉള്ളിൽ ആരുണ്ട്? വെറും ആത്മാവല്ല, പരിശുദ്ധാത്മാവുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ആര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതേ സമയം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ 2 തരത്തിലുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ചെല്ലുന്നുണ്ട്. നമ്മളെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും കേൾക്കാൻ നമ്മൾ തയ്യാറല്ല. നമുക്കിപ്പോൾ ഈ രോഗം മാറണം, നമുക്കിപ്പോൾ തന്നെ ഈ ലോണ് മാറണം, നമുക്കിപ്പോൾ തന്നെ ഈ ഭാരങ്ങളെല്ലാം മാറണം, നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമാകണം, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 2 പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണേ. 2 പ്രാർത്ഥനകൾ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ 2 പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? 27-ാമത്തെ വചനം വായിച്ചേ. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗീതം ഗ്രഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ദൈവമാണ് അല്ലേ? ദൈവം ഏതാണ് പരിശോധിക്കുന്നത്? ആത്മാവിൻ്റെ ആഗ്രഹം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്താണോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയാണ് ആര് കേൾക്കുന്നത്? ദൈവം കേൾക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കാത്തത്. നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്തത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏതിന് ഓപ്പോസിറ്റാണ്? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. വായിച്ചേ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. അടുത്തത്, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. അല്ലേ? ഒരിക്കലും കൂടി വായിച്ചേ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. അടുത്ത വചനം, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും പിന്നെന്താണ്? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുക. അല്ലേ? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവവചനം ഒരു വാളാണ്. ആ വാള് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നത്തെ സുവിശേഷത്തിൽ വചനത്തിൻ്റെ മറ്റൊരു പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ വായിച്ചു. നമ്മൾ ശ്രദ്ധിച്ചോന്നറിയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 52-ാമത്തെ തിരുവചനം. യോഹന്നാൻ 8:51 വായിച്ചേ. 51. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. അല്ലെ? എന്താണ് വചനം? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ എന്ത് ചെയ്യില്ല? ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വചനം അല്ലേ നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമ്മൾ എന്ത് ചെയ്യില്ല?
മരിക്കില്ല. അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ ജീവനോടെ ഇരിക്കുമോ? അതാണോ എൻ്റെ അർത്ഥം? അതല്ല എൻ്റെ അർത്ഥം. മരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കില്ല. ആത്മാവ് വേർപെട്ടു പോകുന്നതാണ് മരണം, അല്ലെ? ആത്മാവ് പോയി, സ്വർഗത്തിലേക്ക് പോയി, അതാണ് മരണം. അപ്പോൾ ആത്മാവിന് നാശം സംഭവിക്കില്ല. അപ്പോൾ വചനം പറയുകയാണ്, എൻ്റെ വചനം പാലിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ ഒരിക്കലും മരിക്കില്ല. നമ്മൾ ഒരിക്കലും മരിക്കില്ല. നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ പ്രകാശമായിട്ട് നിൽക്കും. അതാണ് വചനം വായിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചാൽ നമ്മൾ ഒരിക്കലും മരിക്കില്ല. അപ്പോൾ മരണമെന്ന് പറയുന്നത് സാഹചര്യങ്ങളാണ്, മരണകരമായ സാഹചര്യങ്ങൾ. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? മരണകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? അത് വചനം നമ്മുടെ ജീവിതത്തിൽ വായിച്ച അനേകം ആളുകൾ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് വലിയ ബുദ്ധിമുട്ടിലും ഭാരത്തിലൊക്കെ ആയിരുന്ന സമയത്താണ് ഒരു ദൈവവചന ശുശ്രൂഷ യൂട്യൂബിലൂടെയോ ഓൺലൈനിലൂടെയോ ഓഫ്ലൈനിലൂടെയോ ഒക്കെ കേൾക്കുന്നത്. അങ്ങനെ കേട്ട് അത് ആദ്യമൊന്നും വലിയ കാര്യമായിട്ട് അത് അനുഭവപ്പെട്ടില്ല. പക്ഷേ പിന്നീട് ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനം നമ്മെ വളരെ ശക്തമായിട്ട് അനുഗ്രഹിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വലിയൊരു കൃപ ഈ ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എടുത്ത് റോമാലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനം. റോമാലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനം. റോമാലേഖനം 6-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാമോ? റോമാലേഖനം 6:17 പെട്ടെന്ന് എടുക്കണം. റോമ 6:17. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നുവെങ്കിലും, അടുത്ത വചനം എന്താണ്? നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് നിങ്ങൾ മോചിതരായി. നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. അല്ലേ? ഒരിക്കൽ കൂടി ആ വചനം ശ്രദ്ധിച്ച് വായിക്കണം, ഇത് ഉറങ്ങരുത്. ശ്രദ്ധിച്ച് വായിച്ച വചനം വളരെ ശക്തമായൊരു വചനമാണ്. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മുടെ ജീവിതം മോശമായൊരു തലത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നുമല്ല നമ്മുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ തെറ്റായ രീതികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മയോ വെളിച്ചമോ ഒന്നും ജീവിതത്തിനുണ്ടായിരുന്നില്ല. ഒരിക്കൽ നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു. എങ്കിലും പിന്നെ എങ്ങനെയാണ് നമ്മൾ മാറിയത്? നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറിയത് എവിടെയാണ്? നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം. അല്ലെ? എന്താണ് നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം? എന്താണ് ആ പ്രബോധനം? ദൈവവചനമാണ് ആ പ്രബോധനം. വചനത്തിൻ്റെ പ്രബോധനം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി, നിങ്ങൾ നീതിക്ക് അടിമകളായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കീഴിലേക്ക്, പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ പ്രബോധനം സ്വീകരിക്കാൻ തുടങ്ങിയതോടുകൂടി എവിടേക്ക് പോയി? നീതിയുടെ കീഴിലേക്ക് പോയി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ, വചനം നമ്മുടെ ജീവിതത്തിൽ, വചനം പാലിച്ചാൽ നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ വചനം പാലിച്ചാൽ നമ്മൾ മരിക്കുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദൈവവചനം ആവർത്തിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങൾ മാറും. നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയ വിശ്വാസം കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇനി സങ്കീർത്തനം 119-ാമത്തെ സങ്കീർത്തനം എടുക്കാമോ? സങ്കീർത്തനം 119, 34-ാമത്തെ വചനം. 34-ാമത്തെ വചനം വായിച്ചേ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുവാനും പൂർണ്ണഹൃദയത്തോടെ അതനുസരിക്കുവാനും വേണ്ട അറിവ് എനിക്ക് നൽകണമേ. അല്ല, ഇതൊരു അറിവാണ്. അതായത് ദൈവവചനം കിട്ടിയാൽ ജീവിതം രക്ഷപ്പെടും എന്നുള്ളത് ഒരു അറിവാണ്. പലരുടെയും ജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്നതിന് പിന്നിൽ ഈ അറിവില്ലാത്തതാണ്. ഒരറിവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ല. അപ്പോൾ ആ അറിവ് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം സൂക്ഷിക്കണം. അല്ലേ? ഒരിക്കൽ കൂടി വായിച്ചേ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കുവാനും വേണ്ട അറിവ് എനിക്ക് നൽകണമേ. അല്ലേ? അറിവ് എനിക്ക് നൽകണമേ. ഇനി 17-ാമത്തെ വചനം വായിച്ചേ. 17, സങ്കീർത്തനം 119:17 വായിച്ചേ. ഞാൻ ജീവിച്ചിരിക്കുവാനും അങ്ങയുടെ വചനം അനുസരിക്കുവാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. അല്ലേ? ഞാൻ ജീവിച്ചിരിക്കാനും എൻ്റെ വചനം അനുസരിക്കുവാനും ഈ ദാസന്റെ മേൽ എന്ത് ചെയ്യണമേ? കൃപ ചൊരിയണമേ. അതാണ് വചനം പാലിക്കുമ്പോഴുള്ള അനുഗ്രഹം. അതാണ് വചനം പാലിക്കുമ്പോൾ. ഇനി 119-ാം സങ്കീർത്തനം മുഴുവൻ ഈ വചനത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇനി സുഭാഷിതങ്ങൾ, സങ്കീർത്തനങ്ങൾ കഴിഞ്ഞ അടുത്ത പുസ്തകം സുഭാഷിതങ്ങൾ
8-ാമത്തെ അധ്യായം എടുത്തെ, സുഭാഷിതങ്ങൾ 8-ാമത്തെ അധ്യായം, സുഭാഷിതങ്ങൾ 8-ാമത്തെ അധ്യായം, സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 32 മുതലുള്ള തിരുവചനങ്ങൾ. സുഭാഷിതങ്ങൾ 8:32 വായിച്ചേ. ആകയാൽ മക്കളെ, എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ, എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ്. അടുത്തത്, പ്രബോധനങ്ങൾ കേട്ട് വിവേകികളായി തീരുവിൻ, അതിനെ അവഗണിക്കരുത്. അല്ലേ? ഇപ്പോൾ ഒരു വചനം ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യരുത്? ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. അത് പിശാചിടുന്നൊരു കെണിയാണ്. മനസ്സിലാവും? ഇതൊക്കെ ഞങ്ങൾ എന്തോരം കണ്ടിരിക്കുന്നു. അതൊരു അഹങ്കാരമാണ്. അഹങ്കാരിയുടെ ഭവനത്തെ ദൈവം നിലം പരിശാക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് അഹങ്കാരത്തിൻ്റെ പ്രത്യേകത. ധാർഷ്ട്യം അത് നമ്മളെ നശിപ്പിച്ചേ അടങ്ങുള്ളൂ. അപ്പോൾ അതാണ് ഈ അഹങ്കാരം. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എളിമ വരണം. ഒരു വചനം കേട്ടാൽ അതെങ്ങനെയെങ്കിലും ഒന്ന് സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വചന ശുശ്രൂഷയിൽ നമ്മൾ കടന്നു വരണം. ബൈബിൾ എടുത്ത് വായിക്കണം. ഇപ്പോൾ ഈ വചനം വായിക്കണം, അത് എഴുതിയെടുക്കണം. അതൊരു എന്താണ്, കുറേ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ആ ബൈബിൾ എടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്യണം. 33, പ്രബോധനങ്ങൾ കേട്ട് എന്ത് ചെയ്യുവിൻ? വിവേകികളായി തീരുവിൻ, അതിനെ അവഗണിക്കരുത്. അടുത്തത്, എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. അല്ലേ? അപ്പോൾ വചനം എന്താ പറയുന്നത്? എൻ്റെ വാക്ക്, അല്ലേ, എൻ്റെ ദൃഷ്ടി ഉറപ്പിച്ച് അതിൻ്റെ പടിവാതിൽക്കൽ കിടക്കുവിൻ. മനസ്സിലാവുന്നുണ്ട്? അത് പറഞ്ഞാൽ പള്ളിയുടെ പടിവാതിൽക്കൽ കിടക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ദൈവീക ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. എവിടെയൊക്കെ ദൈവവചനം നമ്മുടെ ദേവാലയത്തിൽ പറയുന്നോ ആ സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം എന്നാണ് വചനം പറയുന്നത്. പ്രബോധനങ്ങൾ കേട്ട് വിവേകികളായി തീരുവിൻ, അതിനെ എന്ത് ചെയ്യരുത്? അവഗണിക്കരുത്. അതിനെ നീ അവഗണിക്കരുത്. അടുത്തത്, എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന്. ഏതാണ് എൻ്റെ പടിവാതിൽക്കൽ എന്ന് പറഞ്ഞാൽ? ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആലയം അനേക ജനതകൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അല്ലെ? എൻ്റെ ആലയം അനേകം ജനതകൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആ പ്രാർത്ഥനാ ആലയത്തിലേക്ക് നിങ്ങൾ വന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കണം. അടുത്തത്, എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. അടുത്തത് 35, എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. ഉണ്ടോ? ഇനി ആരെങ്കിലും ദൈവവചനത്തെ അവഗണിച്ചാൽ, അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല, ബൈബിൾ വായിക്കാതിരുന്നാൽ, ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്താതിരുന്നാൽ, ദൈവവചനം പറയുകയാണ്, അവൻ അവനെ തന്നെ ഉപദ്രവിക്കുന്നവനാണ്. മനസ്സിലുണ്ടോ? അവൻ അവനിൽ തന്നെ മുറിവുണ്ടാക്കുന്നവനാണ്. ഞാനിപ്പോൾ ഒരു ബ്ലേഡ് എടുത്ത് എൻ്റെ കൈ തന്നെ മുറിച്ച് വെക്കുന്നത് പോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്നെ തന്നെ മുറിപ്പെടുത്തുകയാണ്. അപ്പോൾ വചനം പറയുകയാണ്, എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ എന്ത് ചെയ്യുന്നു? ദ്രോഹിക്കുന്നു. എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവവചനമാണ് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്നത്. ദൈവവചനമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇനി പ്രഭാഷകന്റെ പുസ്തകം ഏറ്റവും അവസാനത്തെ അധ്യായം, പ്രഭാഷകന്റെ പുസ്തകം ഏറ്റവും അവസാനത്തെ അധ്യായം, പ്രഭാഷകൻ 51-ാമത്തെ അധ്യായം എടുത്തേ. 51, പ്രഭാഷകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം, പ്രഭാഷകന്റെ പുസ്തകം 51. അപ്പോൾ ഈ വചനം എന്നതിന് പല വാക്കുകൾ ബൈബിൾ ഉപയോഗിക്കും. ഒന്ന്, നിയമം എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെയാണ്? വചനമാണ്. അല്ലേ? നിയമം എന്ന് പറഞ്ഞാൽ വചനമാണ്. അല്ലേ? വാക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? വചനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ദൈവവചനമാണ്. വചനത്തിൽ നിന്നാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് വാക്കുകൾ ബൈബിളിൽ ഉപയോഗിക്കുന്നത്? വചനം എന്ന് പറയും, പിന്നെ വാക്കെന്ന് പറയും, പിന്നെന്താണ്? നിയമം. അല്ലേ? നിയമം എന്ന് ബൈബിളിൽ പറഞ്ഞാൽ അത് ദൈവവചനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതും ദൈവവചനത്തിൻ്റെ മറ്റൊരു ഫോമാണ്. അപ്പോൾ ഇതെല്ലാം വചനത്തിൻ്റെ പല വാക്യാർത്ഥങ്ങളാണ്. വായിച്ചേ, പ്രഭാഷകന്റെ പുസ്തകം 51-ാം അധ്യായം 13-ാം തിരുവചനം. പ്രഭാഷകൻ 51:13 വായിച്ചേ. യാത്രകൾ ആരംഭിക്കുന്നതിന് മുൻപ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിനു വേണ്ടി ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, യാത്രകൾ, ജീവിതത്തിൽ ഒരു യാത്ര ആരംഭിക്കുന്നതിന് മുൻപ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ജ്ഞാനം എന്ന് പറഞ്ഞാൽ വചനം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്ത വചനം വായിച്ചേ. ദേവാലയത്തിനു മുൻപിൽ അവൾക്കു വേണ്ടി ഞാൻ യാചിച്ചു. ആർക്കു വേണ്ടി? വചനത്തിനു വേണ്ടി. മനസ്സിലായി? അല്ലെങ്കിൽ ജ്ഞാനത്തിനു വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ
തേടും. കണ്ടോ, ഒരിക്കലും ഞാൻ മാറുകയില്ല. ഇതെല്ലാം വചനം നിഷ്ഠയോടെ വായിക്കണം. എന്തെങ്കിലും എവിടെങ്കിലും വായിച്ചാൽ പോരാ, ഒരു നിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അപ്പസ്തോല പ്രവർത്തനം എഴുതാൻ പറഞ്ഞത്. ആരെങ്കിലും എഴുതുന്നുണ്ടോ? എഴുതുന്നവരുണ്ട് അല്ലേ? ഓക്കെ. പ്രഭാഷകൻ 51-ാം അധ്യായം നമ്മൾ വായിച്ച് 23-ാമത്തെ വചനം എടുത്ത് 23 വായിച്ചേ. 23 51-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വചനമാണ്, അധ്യാപകർക്ക് വേണ്ടിയുള്ളൊരു വചനമാണ്, അല്ലേ? വചനം ഇതാണ്: അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എവിടെ വരട്ടെ? എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ സ്കൂളിൽ പഠിക്കട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ പഠിക്കട്ടെ, വസിക്കട്ടെ, അല്ലേ? പഠിക്കട്ടെ എന്നല്ല, അവരെൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ബുദ്ധി കുറവാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പോയി ഇരിക്കേണ്ട സ്ഥലം വെയിറ്റിംഗ് ഷെഡ് അല്ല, നമ്മൾ പോയിരിക്കേണ്ട സ്ഥലം റബ്ബറും തോട്ടമല്ല, നമ്മൾ പോയിരിക്കേണ്ട സ്ഥലം എവിടെയാണ്? കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കട്ടെ. മാരകമായ അർത്ഥങ്ങളുള്ള വചനങ്ങളാണ്, അല്ലെ? കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് വചനങ്ങൾ. പക്ഷെ അത് നമ്മൾ പ്രാവർത്തികമാക്കിയാൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. 23 മുതലുള്ള വചനം ശ്രദ്ധിച്ചൊന്ന് വായിക്കാമോ? അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനം ഇല്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക, അവളുടെ നുകത്തിന് കഴുത്ത് ചായ്ച്ചു കൊടുക്കുക, പ്രബോധനം സ്വീകരിക്കുക, അത് സമീപത്ത് തന്നെയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ? പ്രബോധനങ്ങൾ എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ പ്രബോധനങ്ങൾ നീ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. അത് തേടി നീ ആഫ്രിക്കയിലേക്കോ അമേരിക്കയിലേക്കോ പോകണ്ട, മറിച്ച് അത് നിന്റെ സമീപത്ത് തന്നെയുണ്ട്. ആഗ്രഹിക്കുന്നവരുടെ ഇടയിലേക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകൾ കടന്നു വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ദൈവ ശുശ്രൂഷകളെ കർത്താവ് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ആരെങ്കിലും ഈ പ്രബോധനം ആഗ്രഹിച്ചാൽ വചനം പറയുകയാണ് അത് നിന്റെ സമീപത്ത് തന്നെയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലുണ്ട്? അതാണ് ദൈവവചനം. നിങ്ങളൊരു ദൈവവചന പ്രഘോഷണം കേൾക്കാൻ, നിങ്ങൾക്കൊരു കാര്യത്തിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നിങ്ങൾ ഈ വചനമൊക്കെ പഠിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ ചില സംശയങ്ങളൊക്കെ ഈ വചനം വായിച്ചിട്ട് നമ്മളോട് ചോദിക്കും. ചിലപ്പോൾ നമുക്ക് പോലും അറിയില്ല. അപ്പം നമ്മളിരുന്ന് പഠിക്കും, ഇതെന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്. അങ്ങനെ പഠിക്കുമ്പോഴാണ് ചില പ്രത്യേകമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അതായത് ഒരാൾ ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി ദൈവിക കാര്യങ്ങൾ അറിയാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് കർത്താവ് എന്ത് ചെയ്യുകയാണ്? ദൂതന്മാരെ അയക്കുകയാണ്. മനസ്സിലാവുന്നത്? അതിൻ്റെ സമീപത്ത് തന്നെയുണ്ട്. വചനം നിന്റെ സമീപത്ത് തന്നെയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ? വചനം നിനക്ക് സമീപസ്ഥമാണ്. അതാണ് പൗലോസ് പറയുന്നത്. എങ്ങനെയാണ്? വചനം നിനക്ക് സമീപസ്ഥമാണ്. പ്രിയമുള്ളവർ, ഇത് എപ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവുന്നുണ്ടോ? മുന്തിരിയിൽ എപ്പോഴും ഫലങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത്തിയിൽ എപ്പോഴും അത്തിപ്പഴങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഈ പഴങ്ങൾ ഉള്ളപ്പോൾ നമ്മളത് പറിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ദൈവവചനം കേൾക്കുവാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വചന ശുശ്രൂഷ. അവൾ പ്രഭാഷകന്റെ വചനത്തിൽ പറയുകയാണ്, വചനം നിനക്ക് സമീപസ്ഥമാണ്, അതിനെ സ്വീകരിക്കണം. നിനക്ക് ഏതെങ്കിലും മേഖലയിൽ അറിവ് ലഭിച്ചിട്ടില്ലെങ്കിൽ നീ ഈ വിദ്യാലയത്തിലേക്ക് വരണം. ഏതാണ് വിദ്യാലയം? ഏത് വിദ്യാലയമാണ്? വചനം പഠിപ്പിക്കുന്ന സ്കൂൾ. അത് ദേവാലയമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതിലേക്ക് വരണം. നമ്മൾ ഈ ഭൗതിക കാര്യങ്ങൾക്ക് പിന്നാലെ ഒരുപാട് ഓടരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, വചനത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു മുന്നോട്ട് പോയാൽ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഭൗതിക കാര്യങ്ങൾ കർത്താവ് കൊണ്ടുതരും. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വല്ലാതെ നിരാശപ്പെട്ടിട്ടുണ്ട്, അല്ലേ? റോമാലേഖനം എടുക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം. റോമാലേഖനം 8-ാമത്തെ അധ്യായം. ഒരു പ്രത്യേക കാര്യം കർത്താവ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാമത്തെ അധ്യായം. 8-ാമത്തെ അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 26 മുതലുള്ള തിരുവചനം. ഒരു കാര്യം മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ, അത് ശ്രദ്ധിക്കണം. ഇതൊരു ഒരു 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 വലിയ, എനിക്ക് കഴിഞ്ഞ ദിവസം ഡാനിയൽ അച്ഛൻ ഇത് ധ്യാനകേന്ദ്രത്തിൽ വൈദികരോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടും പറയുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 26 മുതലുള്ള വചനം നമ്മൾ വായിച്ചിട്ടുണ്ട് ഇവിടെ. റോമാലേഖനം 8:26 വായിക്കാമോ? നമ്മുടെ ബലഹീനതകളിൽ, ഉറക്കെ വായിച്ചോ. നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഓരോ വചനം പറഞ്ഞ് അങ്ങ് പോകാം, പെട്ടെന്ന് അങ്ങ് പോകാം. നമ്മുടെ ബലഹീനതകളിൽ ആര് നമ്മെ സഹായിക്കുന്നു? ആത്മാവ്. ഇതേത് ആത്മാവാണ്? മനുഷ്യന്റെ ആത്മാവാണോ പരിശുദ്ധാത്മാവാണോ? മനുഷ്യന്റെ ആത്മാവാണോ ദൈവത്തിന്റെ ആത്മാവാണോ? പറയൂ, ഏതാത്മാവാണ്?
ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവാത്മാവാണ് അല്ലേ? അപ്പോ ദൈവാത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഒരിക്കൽ കൂടി വായിച്ചേ, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ആത്മാവ് നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? എന്ത് ചെയ്യാനാണ് ആത്മാവ് നമ്മളെ സഹായിക്കുന്നത്? പറഞ്ഞ എന്ത് ചെയ്യാനാണ്? പ്രാർത്ഥിക്കാനല്ല, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ആരാ പ്രാർത്ഥിക്കാതെ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ മനുഷ്യരാണ് നമ്മൾ, അതിനകത്ത് സംശയമൊന്നുമില്ല. നിങ്ങളുടെ മുഖം കാണുമ്പോഴേ എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥനയുടെ മനുഷ്യരാണ്. അതാണ് പകുതി അടഞ്ഞ കണ്ണുകളോടുകൂടി നിങ്ങളായിരിക്കുന്നത്. പ്രാർത്ഥനയുടെ മനുഷ്യരാണ് അല്ലേ? പ്രാർത്ഥനയുടെ മനുഷ്യരുടെ പ്രത്യേകത എന്താണ് അല്ലേ? അല്ല, ഇവിടെ പറയുകയാണ് ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. എന്തിനാണ് ആത്മാവ് നമ്മളെ സഹായിക്കുന്നത്? കൂടുതൽ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാനല്ല. എന്തിനാണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ അല്ലേ? വായിച്ചേ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മാധ്യസ്ഥം വഹിക്കുന്നു. മാധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുണ്ടോ? മാധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കുക എന്നാണ്. പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ബ്രദറിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് അല്ലേ? പ്രാർത്ഥനയുടെ മറ്റൊരു വാക്കാണ് മാധ്യസ്ഥം വഹിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മാധ്യസ്ഥ പ്രാർത്ഥനയാണ് അല്ലേ? അപ്പോൾ ഇനി ആ വചനം വായിച്ചേ, നമ്മുടെ ബലഹീനതകളിൽ ശ്രദ്ധിക്കണേ, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ഏതാത്മാവാണ്? പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു അല്ലെ? എന്തിനാണ് ആത്മാവ് നമ്മെ സഹായിക്കുന്നത്? വേണ്ട വിധം പ്രാർത്ഥിക്കാൻ. അപ്പോൾ അടുത്ത ചോദ്യമുണ്ട്, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു ചോദ്യമുണ്ട് അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേണ്ട വിധത്തിലല്ലേ? നമ്മൾ വേണ്ട വിധത്തിലല്ല പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മൾ വാ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? നമ്മൾ അധരങ്ങൾ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും അല്ലെ? ആത്മാവ് വേണം. ആത്മാവില്ലാത്ത പ്രാർത്ഥന ബഹളങ്ങളായിട്ട് മാറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവില്ലെങ്കിൽ അതിനകത്തൊരു ബഹളമയമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു വൈകാരിക സന്തോഷമുണ്ട്. 7 മണി തൊട്ട് 8 മണി വരെ വീട്ടിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് വാട്സപ്പ് മെസ്സേജ് നോക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് 2 തവണ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. പുറത്ത് ആരോ വന്ന കാൽപെരുമാറ്റം ആരുടേതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ, നാളെ ചെയ്യേണ്ട പല കാര്യങ്ങൾ നമ്മൾ ഓർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാ കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വാ കൊണ്ട് പ്രാർത്ഥിച്ചു, പക്ഷേ ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് വന്നിട്ടില്ല? ആത്മാവ് വന്നിട്ടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ആത്മാവ് ആഗ്രഹിക്കുന്നത്, ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാവ് ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ആത്മാവ് ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തെ പോലെ ആകുക എന്നുള്ളതാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത്. ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തെ പോലെ ആകുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ആരെ പോലെ ആകുക? ദൈവത്തെ പോലെ ആകുക. അതായത് കർത്താവ് പറയുന്നത് പോലെ പറയുക, ദൈവം ഇടപെടുന്നത് പോലെ ഇടപെടുക, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ. അതാണ് അവിടുത്തെ ഇഷ്ടം പോലെ. അതാണ് സ്വർഗസ്ഥനായ പിതാവേക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചത്, കർത്താവെ അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ രാജ്യം അതുപോലെ വരണം, അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണോ എന്നെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് അത് നടക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ചില കാര്യങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു രോഗം പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ആ രോഗം നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ രോഗത്തെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവണോ? നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു? ഞാൻ അങ്ങനെ ഈ രോഗം വരേണ്ട ഒരാളല്ലല്ലോ. ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ഭൂമിയിൽ കുറച്ച് നാൾ ഈ രോഗത്തിലൂടെ കടന്നു പോകണമെന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പള്ളിയിൽ പോയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ കുർബാനയ്ക്ക് 100 രൂപയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അധരങ്ങൾ കൊണ്ടുള്ളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അധരങ്ങൾ കൊണ്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ വചനം പറയുകയാണ്, ആത്മാവും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. പറഞ്ഞേ, ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉള്ളിലിരിക്കുന്ന ആരും പ്രാർത്ഥിക്കുന്നുണ്ട്? ആത്മാവ്. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ആരുണ്ട്? പറയൂ, എല്ലാവരുടെയും ഉള്ളിൽ ആരുണ്ട്? വെറും ആത്മാവല്ല, പരിശുദ്ധാത്മാവുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരന്തരം ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന അല്പം ഡ്രൈ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്കിലും നിങ്ങളിത് മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ ആര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതേ സമയം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 2 തരത്തിലുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ചെല്ലുന്നുണ്ട്. നമ്മളെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സഹായിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അതൊന്നും കേൾക്കാൻ നമ്മൾ തയ്യാറല്ല. നമുക്കിപ്പോൾ ഈ രോഗം മാറണം,
നമുക്കിപ്പോൾ തന്നെ ഈ ലോണ് മാറണം, നമുക്കിപ്പോൾ തന്നെ ഈ ഭാരങ്ങളെല്ലാം മാറണം, നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമാകണം, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രണ്ട് പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണേ, രണ്ട് പ്രാർത്ഥനകൾ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ രണ്ട് പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? പറഞ്ഞ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? വായിച്ച, ഇനി താഴോട്ട് വായിച്ച, ഇനി അടുത്ത വചനം പറയുകയാണ്. 8-ാമത്തെ അധ്യായമാണ്. ഒന്ന് മനസ്സിലാക്കിയാൽ ഭയങ്കര ഒരു വിടുതൽ നമുക്ക് ആ വചനത്തിലൂടെ ലഭിക്കും. വായിക്കാമോ? 27-ാമത്തെ വചനം വായിച്ചേ. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗീതം ഗ്രഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതാരാണ്? ദൈവമാണ്, അല്ലേ? ദൈവം ഏതാണ് പരിശോധിക്കുന്നത്? ആത്മാവിന്റെ ആഗ്രഹം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്താണോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയാണ് ആര് കേൾക്കുന്നത്? ദൈവം കേൾക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കാത്തത്. നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്തത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏതിന് ഓപ്പോസിറ്റാണ്? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ വന്ന പഴയകാല വേദനകളും ഭാരങ്ങളും ഒക്കെയാണ് ശരിക്കും നമ്മളാക്കി മാറ്റിയത്. അത് യാതൊരു സംശയവും. മനസ്സിലാവുന്നുണ്ടോ? സ്കൂളിൽ 10 പരീക്ഷ നമ്മൾ വേർത്തെഴുതിയത് കൊണ്ടാണ് ജീവിതത്തിൽ പിന്നീട് ചില പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനും ഇതിനൊരു മറുപടി ഉണ്ട് എന്നും, അഥവാ ഇനി തോറ്റുപോയാൽ ഒരു പരീക്ഷ വീണ്ടും ഉണ്ട് എന്നൊരു ആശ്വാസം ഒരാൾക്കുണ്ടാകുന്നത് ആ ഒരു അനുഭവത്തിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കടത്തിക്കൊണ്ടുപോയ പൂർവ്വകാല അനുഭവങ്ങളിലാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിപ്പോൾ ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഈ ഇടവകയ്ക്ക് വേണ്ടി, ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ആരും പ്രാർത്ഥിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. ദൈവഹിതം അനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാനും പരിശുദ്ധാത്മാവും ഒരേ ലൈനിലൂടെ ആയിരിക്കും പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവഹിതം അനുസരിച്ചല്ല ഒരു കാര്യം ഞാൻ ചെയ്യുന്നതെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ആ പരിശുദ്ധാത്മാവ് ആത്യന്തികമായ നന്മ മാത്രമേ നോക്കുകയുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ കാര്യമാണ് നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയം പണിയുന്നു. ആ ഓഡിറ്റോറിയം പണിയുമ്പോൾ അത് ദൈവഹിതമല്ലെങ്കിൽ ഇത് പൂർത്തിയാക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവം ആരുടെ പ്രാർത്ഥനയെ കേൾക്കുകയുള്ളൂ? ദൈവം പറയുകയാണ്, ആത്മാവിൻ്റെ ഇംഗീതമാണ് ആര് കേൾക്കുന്നത്? ദൈവം കേൾക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. മനസ്സിലാവുന്നു? ചില കാര്യങ്ങൾക്ക് ഒരു താമസം വരുന്നത് കൊണ്ടാണ്. ചില കാര്യങ്ങളിൽ കർത്താവ് ഒരു വഴി കാണിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രാർത്ഥന ഒരുമിച്ച് പോകുന്നില്ല. രണ്ടും കൂടെ ഒരേപോലെ പോയാൽ മാത്രമേ അതിനകത്തൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കുന്നെങ്കിൽ അത് അന്നേരം ഓർത്തോണം. നമ്മളൊരു പ്രാർത്ഥിച്ചൊരു കാര്യം നടന്നാൽ പരിശുദ്ധാത്മാവും അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ പലപ്പോഴും വിചാരിക്കുകയോ, പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലല്ലോ, ദൈവം മരിച്ചോ? റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. റോമാലേഖനം 8:18 വായിക്കാമോ? ഉറക്കെ വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അല്ലെ? ഒരിക്കൽ കൂടി വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എന്താണ്? വളരെ നിസ്സാരമാണ്. നമ്മൾ ഇന്നത്തെ കഷ്ടതകളാണ് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് ഒരു കാര്യം ഇതാണ്. നമ്മുടെ ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് നമ്മുടെ നന്മയെ കരുതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ചില രോഗങ്ങളും ചില ഭാരങ്ങളും ഒക്കെ തരുന്നത് കൊണ്ടാണ് ഇന്നും ഈ ദൈവവചനം കേൾക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ആലയത്തിൽ ആയിരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം തികഞ്ഞവരും, അല്ലെ, എല്ലാ അർത്ഥത്തിലും എല്ലാം തികഞ്ഞവർക്കൊന്നും ദൈവവചനം അത്ര കാര്യമായിട്ട് അവരുടെ ജീവിതത്തെ സ്പർശിക്കുകയില്ല. ചില ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും വേദനകളും കുറവുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഭാരങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്നുള്ളതല്ല. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലതിൽ നിന്നും മറുപടി കിട്ടാത്തത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതിനെതിരായിട്ടാണ് നമ്മൾ അന്നേരം മനസ്സിലാക്കിക്കണം. അപ്പോഴേ ആ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലാവണം? നമ്മൾ ആ പ്രാർത്ഥന അന്നേരം സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ആത്മാവിനനുസരിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയണം, കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ
എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകണമേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ കണ്ടത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ. നിങ്ങൾ അധ്യായത്തിന് താഴോട്ട് വായിച്ചാൽ നമുക്കറിയാം, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗീതം ഗ്രഹിക്കുന്നു. എന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മാനുഷികതയിൽ നിന്നാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം എന്താണോ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ, അതാണ് എൻ്റെ ജീവിതത്തിലൂടെ നടക്കേണ്ടത്. റോമാലേഖനം 9-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം വായിക്കാമോ? റോമാലേഖനം 9-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ് അല്ലേ? ഒരിക്കലും ഇവിടെ വായിച്ചേ. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കരുതെന്നോ പ്രയത്നിക്കരുതെന്നോ അല്ല. അതുകൊണ്ട് നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട, വെറുതെ വിട്ടിരുന്നാൽ മതി, അങ്ങനല്ല. മനസ്സിലാവുന്നത്? നമ്മളൊരു കാര്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് ഇതെൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ്, ഞാനിത് അധ്വാനിച്ചു അതുകൊണ്ട് എനിക്കിത് കിട്ടി, ഒന്നുമല്ല. മനസ്സിലാവും? നമുക്കൊരു ജോലി കിട്ടി എന്ന് വിചാരിക്കാം. നമുക്കൊരു ജോലി കിട്ടി, അപ്പോൾ ശരിക്കും നമ്മൾ അതിന് ക്വാളിഫൈഡ് ആണ്, നമുക്കൊരു ജോലി കിട്ടി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാത്രമല്ല ക്വാളിഫൈഡ്. മനസ്സിലാവുന്നുണ്ടോ? നീ ക്വാളിഫൈഡ് ആണ്, ഓക്കെ ഫൈൻ, നീ ഒരു എഞ്ചിനീയറാണ്, സമ്മതിച്ചു. പക്ഷെ ചിന്തിക്കേണ്ടത് നീ മാത്രമല്ല എഞ്ചിനീയർ. ആയിരങ്ങളുണ്ട് ഇവിടെ ജോലിയില്ലാത്തവർ. അതിൽ നിന്ന് ഒരുത്തനായി നിന്നെ തിരഞ്ഞെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് വചനം പറയുന്നത്. ഇപ്പോൾ ഒരു ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കാര്യം കിട്ടിയാൽ ഉടനെ നീ ചിന്തിക്കരുത്, ഞാൻ പാതിരാത്രിയിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരുന്ന് പഠിച്ചതാണ്. അതാവാം, അങ്ങനെ ഒത്തിരി പേരുണ്ട്. നിന്നേക്കാൾ മിടുക്കന്മാർ ഈ ലോകത്തിലുണ്ട്. പക്ഷെ നിന്നെ കർത്താവ് ഒരു കസേരയിലേക്ക് കൊണ്ടിരുത്തിയത് അത് നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടോ, അല്ലേ? ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ആയിരുന്നു. അങ്ങനെ പറയാറുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ ഇത് നോക്കിക്കണ്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത്, അല്ലേ? വലിയ ഇതൊക്കെ കിട്ടുമ്പോൾ, വലിയ ഒരു വിജയമൊക്കെ കിട്ടുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, അല്ലേ? ഞാനിങ്ങനെ കിട്ടുന്നു. നിങ്ങൾ GS പ്രദീപ് എന്നെ പെട്ട് കിട്ടുന്നുണ്ടോ? GS പ്രദീപ് ഇല്ലേ? അശ്വമേധം കിസ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് GS പ്രദീപ്. അദ്ദേഹം ഇന്ന് കാണുന്ന ഒരാളായിരുന്നില്ല. ഞാനിത് ഓപ്പണായിട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഓപ്പൺ കൺഫഷൻ എന്ന് പറയുന്നൊരു കാര്യം യൂട്യൂബിലുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു തുറന്ന കുമ്പസാരം. അദ്ദേഹം ചെറുപ്പത്തിൽ, അദ്ദേഹത്തിൻ്റെ അമ്മ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വരുന്ന പുസ്തകങ്ങൾ സീലടിക്കുന്ന അമ്മ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, അത് സീൽ ചെയ്യാനും അത് കവർ ചെയ്യാനൊക്കെ ആയിട്ട് അമ്മ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ കുട്ടിക്കാലം മുതലേ GS പ്രദീപ്, അദ്ദേഹം കളിക്കാനൊന്നും BOCക്കൊന്നും പോകാറില്ലായിരുന്നു. അദ്ദേഹം വീട്ടിലിരുന്ന് ഈ പുസ്തകങ്ങൾ വായിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ രാവിലെ കസേര ഇട്ടിരുന്ന് വായിക്കാത്ത പുസ്തകങ്ങൾ എൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ അടുക്കി വെക്കും. വൈകുന്നേരം ആകുമ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം ഇപ്പുറത്തെത്തിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചതിന് ശേഷം ഇപ്പുറത്തെത്തിക്കും. അങ്ങനെ വായന സാധനയാക്കി മാറ്റിയ ഒരു മനുഷ്യനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ, നമുക്ക് പേര് പോലും പറയാൻ പാടില്ലാത്ത വലിയ ഗ്രന്ഥങ്ങൾ വായിച്ച ഒരാളാണ് GS പ്രദീപ്. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏകദേശം 5 പുസ്തകങ്ങൾ ഒരുമിച്ച് പബ്ലിഷ് ചെയ്തു. 10-20 വയസ്സുള്ളപ്പോൾ തന്നെ 5 വലിയ പുസ്തകങ്ങൾ ഒരുമിച്ച് പബ്ലിഷ് ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റി ഹാളിൽ വെച്ച് അതിൻ്റെ പ്രകാശനം നടക്കുമ്പോൾ ഏതൊരു മഹാകവി എങ്ങാണ്ടാണ് അത് പ്രകാശനം ചെയ്യുന്നത്. എല്ലാവരും അദ്ദേഹത്തെ മുത്കണ്ഠം പ്രശംസിച്ചു. കാരണം ഈ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കേരളം കാണാൻ പോകുന്ന വലിയ ബുദ്ധിജീവിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അദ്ദേഹത്തെ പുകഴ്ത്തി. GS പ്രദീപ് മറുപടി പ്രസംഗത്തിനായി എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും ഈ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ബുദ്ധിയുടെ മഹാതീരങ്ങൾ, മഹാസാഗരങ്ങൾ നീന്തിക്കിടന്നതെന്ന്. എനിക്ക് ഇത്രമാത്രം നേട്ടം ഈ ചെറുപ്പത്തിൽ തന്നെ എനിക്കുണ്ടാകും. ആ സമയത്ത് തന്നെ അദ്ദേഹം TV ചാനലുകളിൽ ക്വിസ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആൾ, വളരെ ചെറുപ്പത്തിൽ. അങ്ങനെ ഒരുപാട് പൈസ ഏൺ ചെയ്യുന്ന ഒരാളാണ് TV ഷോകളിലൂടെയൊക്കെ. ആ സമയത്തിന് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം പറയുകയാണ്,
എനിക്കിത്രയും ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായതിന് പിന്നിൽ നിങ്ങളൊക്കെ പലരും വിചാരിക്കുന്നത് പോലെ ദൈവം എന്ന് പറയുന്ന ഒരു മഹാശക്തിയല്ല. അതുകൊണ്ട് ദൈവം സഹായിച്ചു, അതുകൊണ്ട് ഞാനിത് ചെയ്തു എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. ജീസ് പ്രദീപ് പറയാണ്, ഞാൻ അങ്ങനെ ഒരു മഹാശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ അമ്മ കൊണ്ടുവരുന്ന പുസ്തകത്താളുകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇത് മുഴുവൻ വായിച്ചെടുത്തു. അല്ലേ? പുസ്തകത്താളുകളിൽ നിന്ന് നമ്മൾ പഠിച്ച ഇന്ത്യ അല്ല, ആ ഇന്ത്യ അല്ല അതെന്ന് പറഞ്ഞതുപോലെയാണ്. പുസ്തകത്താളുകളിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ലോകത്തെ മുഴുവൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ദൈവം എന്ന് പറയുന്ന ശക്തിയൊന്നുമല്ല, ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അധ്വാനം കൊണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാനോ എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ ആർജവത്വം കൊണ്ട്, എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ബുദ്ധിയുടെ സാഗരങ്ങൾ നീന്തിക്കടന്ന് എൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ഒത്തിരി ഫേമസ് ആയി. അശ്വമേധം പോലെയുള്ള പരിപാടികളൊക്കെ നടത്തി അദ്ദേഹം ഒരുപാട് ഫേമസ് ആയി. എന്നാൽ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ GS പ്രദീപ് എന്ന് പറയുന്നൊരു മനുഷ്യൻ രംഗത്ത് നിന്ന് പ്രത്യക്ഷനായി. വഴുതക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്, ഒരു വലിയ വീട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് വഴുതക്കാടുള്ള വീട് വിറ്റു. അദ്ദേഹം മദ്യപിച്ചിട്ട് നടത്തുന്ന ചില പ്രസംഗങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. നാവ് കുഴഞ്ഞ് സംസാരിക്കുന്ന ചില ശൈലികൾ. ഒരു ഓപ്പൺ കൺഫെഷൻ ഈ GS പ്രദീപ് പിന്നീട് നടത്തി. GS പ്രദീപ് ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ബുദ്ധിയുടെ മഹാതീരങ്ങളിൽ പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ വലിയ പ്രതാപങ്ങളിൽ അമർന്നിരുന്ന ഒരു GS പ്രദീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് താന്നപ്പോൾ എന്നെ അന്വേഷിച്ച് ആരും വന്നില്ല. ഒരു കാലത്ത് TV ഷോകൾ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലൂടെ കോടികൾ ചെറുപ്പത്തിൽ കയറി ഇറങ്ങിപ്പോഴുണ്ട്, കോടിക്കണക്കിന് രൂപകൾ. അന്ന് എൻ്റെ ചുറ്റിനും ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഹോട്ടലുകളിൽ പോകുവാനും ബീച്ചുകളിൽ പോകുവാനും പാർട്ടി നടത്തുവാനും മറ്റുള്ള കാര്യങ്ങൾക്കുമെല്ലാം എൻ്റെ കൂടെ കുറേ ആളുകളുണ്ടായിരുന്നു. എന്നാൽ GS പ്രദീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തകർന്നു പോയി. എന്നെ തകർത്ത് കളഞ്ഞത് 2 കാരണങ്ങളാണ്. 1, അമിതമായ എൻ്റെ മദ്യപാനം. 2, എൻ്റെ നിരീശ്വരവാദ ചിന്തകൾ. അമിതമായ എൻ്റെ മദ്യപാനവും ദൈവമില്ല എന്നൊരു ചിന്തയുമാണ്. ഒരു ബുദ്ധി രാക്ഷസനാണ്. കേരളം കണ്ട വളരെ ബുദ്ധിമാനായ ഒരാളാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പൺ കൺഫെഷൻ അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വചനം പറയുകയാണ്, നിന്നെ നീ ആക്കിയത് നിന്റെ ആഗ്രഹമോ നിന്റെ പ്രയത്നമോ നീ വായിച്ചു തീർത്ത പുസ്തകങ്ങളോ നിന്റെ മാതാപിതാക്കൾക്ക് നൽകിയ സമ്പത്തോ അതൊന്നും ആണ് എന്ന് നീ എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. ദൈവത്തിൻ്റെ ദയയാണ് നീ ഇങ്ങനെ നിൽക്കുന്നതിന് പിന്നിലുള്ളത്. അങ്ങനെ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. 17-ാമത്തെ വചനം വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, വായിച്ചേ. ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. അല്ലേ? എന്തിനാണ് ദൈവം നമ്മളെ ചില മേഖലകളിൽ ഉയർത്തുക എന്ന് പറഞ്ഞാൽ, രോഗത്തിൻ്റെ മേഖലകളിൽ ദൈവം നമ്മളെ ചിലപ്പോൾ ഉയർത്തും, ദാരിദ്ര്യത്തിൻ്റെ മേഖലകളിൽ ദൈവം നമ്മളെ ഉയർത്തും, പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും മേഖലകളിൽ ദൈവം നമ്മളെ ഉയർത്തും, തെറ്റിദ്ധാരണയുടെയും ഒറ്റപ്പെടലിൻ്റെയും മേഖലകളിൽ ദൈവം നമ്മളെ ഉയർത്തും. നമ്മൾ എന്തിനു ജീവിച്ചിരിക്കുന്നു എന്നൊരു ചിന്ത നൽകി ദൈവം നമ്മുടെ എന്ത് ചെയ്യും? ഏകാന്തതകളെ ഉയർത്തും. അതാണ് ഉയർത്തുന്നത്. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ദൈവം നമ്മളെ ഉയർത്തും. എങ്ങനെയാണ് ഉയർത്തുന്നത്? മറ്റാർക്കും ഇല്ലാത്തൊരു മേഖലയിൽ നമ്മളെ വളർത്തിക്കൊണ്ടാണ്. മറ്റാർക്കും ഇല്ലാത്ത ഒരു ഏകാന്തമായ വേദന നൽകി ദൈവം നമ്മളെ ചിലപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, വിശുദ്ധ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഏകാന്തത ദൈവം നൽകുന്ന ഒരു അനുഭവമാണ്. മനസ്സിലാവുന്നുണ്ട്? ചില കാര്യങ്ങളിലുള്ള അമിതമായ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, ഭാരങ്ങൾ ദൈവം നൽകുന്നതാണ്. അപ്പോൾ വചനം പറയുകയാണ്, നിന്നെ ഞാൻ ഉയർത്തിയത്. എന്തിനുയർത്തിയത്? നന്മകളിൽ മാത്രമല്ല, ചില വേദനകൾ തന്ന് നിന്നെ ഞാൻ ഉയർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വായിച്ചേ. 8-ാമത്തെ അധ്യായമാണ്. 9-ാമത്തെ അധ്യായം. എന്താണ്? 17-ാമത്തെ വചനം. ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ എന്ത് ചെയ്തത്? ഉയർത്തിയത്. രോഗത്തിൻ്റെ മേഖലയിൽ ദൈവം നമ്മെ ഉയർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ശക്തി എന്നിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ചില മേഖലകളിൽ ഉയർന്നേ പറ്റൂ. അത് ചിലപ്പോൾ രോഗത്തിൻ്റെ മേഖലകളാകാം,
വേദനയുടെ മേഖലകളാകാം, തെറ്റിദ്ധാരണയുടെയും ഒറ്റപ്പെടലിൻ്റെയും മേഖലകളാകാം. വചനം പറയുകയാണ്, നിന്നെ കർത്താവ് ഉയർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. അടുത്ത വചനം, താനിച്ഛിക്കുന്നവരോട് അവരുടെ നിന്ന് കരുണ കാണിക്കുന്നു, അതുപോലെ വായിച്ചേ, താനിച്ഛിക്കുന്നവരെ കഠിനഹൃദയരാക്കുകയും ചെയ്യുന്നു. കണ്ടോ, താനിച്ഛിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? തനിക്ക് ആഗ്രഹമുള്ളവരെ അവർ കരുണ കാണിക്കുന്നു, അതുപോലെ താനിച്ഛിക്കുന്നവരെ കഠിനഹൃദയരാക്കുന്നു. പറഞ്ഞാൽ ദൈവം നമ്മളോട് കരുണ കാണിച്ചാലും ദൈവത്തിൻ്റെ മെച്ചമാണ്, ദൈവം നമുക്കൊരു രോഗം തന്നാലും അത് ദൈവത്തിൻ്റെ മെച്ചമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മീയതയുടെ ഒരു ആഴമുണ്ടെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. കേട്ടിരിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കാര്യം വരുമ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ 10 പേര് നമ്മളെ കുറ്റം പറയുമ്പോൾ നമുക്കറിയാം നമ്മളെവിടെ നിൽക്കുന്നുവെന്ന്. മനസ്സിലാവുന്നുണ്ടോ? 10 പേര് നമ്മളെ മാറ്റി നിർത്തി, അപ്പോൾ നമ്മളറിയാം നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ആളുകൾ നമ്മളെ കുത്താൻ നിൽക്കണം. നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടോ, യേശുവിന് ജീവനുണ്ടോ എന്നറിയാൻ വേണ്ടി ആളുകൾ എന്താ ചെയ്തത്? അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തുകയാണ് ചെയ്തത്. കുത്തിയാലേ ഉള്ളിൽ ജീവനുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടോ എന്ന് നോക്കാൻ നമ്മുടെ പരിസരങ്ങളിൽ ചില ആളുകളെ ഈ കുന്തം കൊണ്ട് കർത്താവ് നിർത്തിയിട്ടുണ്ട്. അത് ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ മരിച്ചോ, അത് ജീവനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുത്തി നോക്കിയിട്ടാണ് യേശുവിൽ ജീവനുണ്ടോ എന്ന് പടയാളികൾ തിരിച്ചറിഞ്ഞത്. ജീവനുണ്ടോ എന്ന് നോക്കുന്നത് അങ്ങനെയാണ്. ഒരു ദൈവിക ജീവൻ എന്നിലുണ്ടോ എന്നറിയാൻ എന്താണ്? എന്നെ 10 പേര് കുറ്റപ്പെടുത്താൻ തുടങ്ങും. അത് കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യരെ നമ്മളെ ഉപദ്രവിക്കുന്നൊന്നുമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ അയൽക്കാർ നമുക്കെതിരെ വരുന്നത് നമ്മൾ വിചാരിക്കരുത് അവരേറ്റവും വലിയ മോശപ്പെട്ട ആളുകളായതുകൊണ്ടാണ്. നല്ല, നമ്മുടെ ഉള്ളിലൊരു ജീവൻ ഉണ്ടോ? നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്നു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കുന്നു. ഈ ജീവൻ വന്നിട്ടുണ്ടോ? പരീക്ഷണമാണ്. ജീവൻ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ പറയത്തില്ലേ, പള്ളിയിൽ പോകാൻ വന്നതിൻ്റെ അന്ന് മുതൽ ഓരോ ഏടാകൂടങ്ങളാണെന്ന് പറയില്ലേ? പള്ളി വരാൻ തുടങ്ങിയ ഒന്നു മുതലും വലിയ നോമ്പ് തുടങ്ങിയ ആദ്യത്തെ ദിവസവും ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വല്ലാത്ത വയറുവേദന തുടങ്ങിയിരിക്കണം. അതുവരെ വയറുപോലും ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഉപവസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അസ്വസ്ഥത വരുന്നത് പറഞ്ഞത്. ഇതാണ് ജീവൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ടുകളില്ലാത്തൊരു ജീവിതം ദൈവിക ജീവിതമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാട്ടോ? കുരിശുകളില്ലാത്തൊരു ജീവിതം എന്തല്ല? ക്രിസ്തീയ ജീവിതമല്ല. കുരിശുണ്ടെങ്കിലേ ക്രൂശിതനുണ്ടാവുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഓർത്തോണം, ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നൊരു ജീവിതം ദൈവം ആഗ്രഹിക്കും. കർത്താവ് ഉറങ്ങിക്കിടന്ന തോണിയിലാണ് എന്ത് ചെയ്തത്? തിരമാലകൾ അടിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ആ വഞ്ചിയിലാണ് കർത്താവ് ഉണ്ടായിരുന്നത്. തിരമാലകളുടെ മധ്യയാണ് കർത്താവ് ഉണ്ടായിരുന്നത്. തിരമാലകളുടെ മധ്യേ യേശു ഉണ്ടായിട്ടും തിരമാലകൾ അടിച്ചു. തിരമാല അടിക്കും, ഒരു കുരിശുണ്ടാവും. അത് കുരിശില്ലാത്ത ജീവിതം, ആരുടെയെങ്കിലും ജീവിതം ഇങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന് പോകുന്നെങ്കിൽ അതൊന്നും ദൈവം കാണുന്ന പോലുമുള്ള ജീവിതങ്ങളല്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, ആരും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാനില്ലെങ്കിൽ അതൊരു ക്രിസ്തീയ ജീവിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാലേ നമുക്ക് ചില അനുഭവങ്ങളിലൂടെ, ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപര അനുഭവം പറഞ്ഞതാണ്, ഞാനങ്ങനെയാണ്. അതായത് ഞാനൊരു സ്ഥലത്ത് ദൈവിക ജീവൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് അവിടെ ഈ കുത്ത് കിട്ടുമ്പോഴാണ്. ഒരു തേനീച്ച കൂട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ തേനീച്ചങ്ങളെ കുത്തുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ളിൽ ഈ കുത്തിനേക്കാൾ മധുരമുള്ള ഒരു തേനുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് 24 മണിക്കൂർ വീട്ടിൽ അടി ഉണ്ടാക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തീയ ജീവിതമാണല്ലോ എന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ അങ്ങനെ അതല്ല എൻ്റെ പ്രതിസന്ധികളാണ് ഞാൻ പറഞ്ഞത്. പ്രതിസന്ധികൾ മനസ്സിലാവുന്നത്, ചില രോഗങ്ങളാകാം, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, പ്രതിസന്ധികൾ വരും. പക്ഷെ അതിന് മീതെ ചിരിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ ദൈവിക ജീവനുണ്ട് എന്നാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ.